ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളൂ. എണീറ്റിട്ട് ഇങ്ങനെ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീറ്റിരിക്കണേ ഉള്ളൂ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയുടെ ആനുവൽ ഡേ ആണ്. അത് ഈവനിങ് ആണ് പരിപാടി. അപ്പം അന്നത്തെ ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ് ആണ് അവന് ഡാൻസിനുണ്ട്. അപ്പോൾ അതിനെന്തായാലും നമുക്ക് പോകണം. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റു. പിന്നെ നമ്മുടെ അപ്പ ഇവിടെ ഇല്ല, വേറെ ഒരു സ്ഥലത്താണ് ജോലിയുടേതായിട്ട്. അപ്പോൾ വീട്ടിലില്ലാണ്ട് അമ്മയും രണ്ട് കുട്ടികളും മാത്രമുള്ള ഒരു ദിവസം കൂടിയാണ്. ഈവനിങ് ആകുമ്പോഴേക്കും വരും, അവൻ്റെ പ്രോഗ്രാമിന് പോകാനായിട്ട് ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഇന്നാണെങ്കിൽ പിന്നെ ജോക്ക് ആനുവൽ ഡേ ആയതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നമ്മുടെ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കയറി ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നും സ്കൂളില്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോയിൽ പതുക്കെ ആയാലും കുഴപ്പമില്ലല്ലോ. വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പതുക്കെ ടൈം എടുത്തിട്ട് തന്നെ റെഡിയാക്കിയാൽ മതി. അങ്ങനെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ആ ഒരു കുഞ്ഞൊരു ബാൽക്കണിയിലുള്ള കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. സത്യത്തിൽ നാട്ടിലുള്ള സമയത്ത് ചെടികളോ പൂക്കളോ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്കങ്ങനെ ഗാർഡനിങ്ങും കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം വരുന്നു പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ചെടികളൊന്നും അങ്ങനെ ഒരിക്കലും നമുക്കിങ്ങനെ പുറത്തൊരു മുറ്റോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കുള്ള സ്ഥലത്ത് കുറച്ച് ചെടികൾ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് നമ്മൾ തുടങ്ങിയത്. ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പിന്നെ അതിൽ പൂക്കളും അതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക തക്കാളി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് തക്കാളിയൊക്കെ ഉണ്ടായി കാണുമ്പോൾ അതെന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ പിന്നെ ആ ഒരു ചെടികളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കുറച്ചേ ഉള്ളൂന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് വേപ്പും അതുപോലെ കുഞ്ഞ് തക്കാളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒട്ടും വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറി സാധനങ്ങൾ തന്നെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടായി കാണുമ്പോൾ അതിനൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. ഹലോ ഹലോ ഹായ്, ബ്രഷ് ചെയ്യാൻ വാ, രണ്ടാളും വാ. നീ ചക്കുടു ആദ്യം, ചക്കുടു ആദ്യം ബാ. ഇന്ന് ഞാനാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റിൽ എണീറ്റ്. അവർക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റിട്ട് അവർ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രഷ് ചെയ്യൽ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അവരെ ബ്രഷ് ചെയ്യിക്കാനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് രണ്ടാളെയും ബ്രഷ് ചെയ്യിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇന്നും എന്ത് കാര്യത്തിന് രണ്ടാളെ വിളിച്ചാലും ഒന്നെങ്കിൽ ഒരാളെ വിളിക്കുമ്പോൾ ആ ആൾ പറയും അല്ല ഫസ്റ്റ് അന്നമ്മ അല്ലെങ്കിൽ ഫസ്റ്റ് ചേട്ടാന്ന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നുള്ളത് അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. പണ്ട് നമ്മളൊക്കെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ എണീക്കാൻ മടിയാണെങ്കിലും ക്ലാസ് ഇല്ലാത്ത ദിവസം സാറ്റർഡേസും സൺഡേ ഒക്കെ ആണെങ്കിൽ ആരും വിളിച്ചില്ലെങ്കിലും നേരത്തെ എണീക്കുന്നു പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യം. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും വിളിക്കേണ്ടിയും വന്നില്ല. സാധാരണ എണീക്കിനേക്കാളും നേരത്തെ തന്നെ എണീറ്റിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എന്തെങ്കിലും റെഡിയാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ അവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം അതിന് തന്നെ നമ്മൾ വെറുതെ ഒരു ചെറിയൊരു എലിഫന്റ് ഷേപ്പും അല്ലെങ്കിൽ ഒരു കാറ്റി ദോശയും അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുക്കുമ്പോൾ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ കൂടി ആ ഒരു 2 ഷേപ്പ് മാത്രമേ അറിയുള്ളൂ. ആക്കി കൂടുതൽ ഇതിൻ്റെ നോക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, രണ്ടാളും കഴിച്ചോളും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എനിക്കും കൂടി ഉള്ളത് ഉണ്ടാക്കണം. പിന്നെ കുട്ടികൾക്ക് രാവിലെ പാല് കൊടുക്കും. അപ്പം ആ പാല് ഇത് കാച്ചാനായിട്ട് വെക്കണം. അതൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ. പിന്നെ ഉച്ചയത്തെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പോർക്ക് ഇറച്ചിയാണ്. അപ്പോൾ പോർക്ക് ഇത് ഫ്രീസറിൽ ഇരിക്കുന്നത് പുറത്തേക്ക് എടുത്ത് വെക്കണം, കാരണം അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് വിളിക്കും. രാവിലെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇനി രാവിലത്തെ കുറച്ച് പരിപാടികൾ.
അങ്ങനെ പാലൊക്കെ കാച്ചാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാനാണ്. ദോശ ലാസ്റ്റ് ഉണ്ടാക്കാണ്, കാരണം എന്നാലാണല്ലോ നല്ല ചൂടോടെ മുരിഞ്ഞ നല്ല ദോശ കഴിക്കാൻ പറ്റുള്ളൂ. ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഷ്ടം നല്ല മുരിഞ്ഞ് നല്ല നൈസായിട്ട് നല്ല കനം കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ദോശയ്ക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ കഴിച്ചാലാണ് ആ ഒരു മുരിഞ്ഞ ദോശ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു വടി പോലെ അതങ്ങനെ ആവും. അപ്പോൾ അതിനേക്കാളും ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാം. എനിക്കുള്ള ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ ഇനി മക്കൾക്കുള്ള ദോശ ഉണ്ടാക്കലാണ് സ്പെഷ്യലായിട്ടുള്ള ദോശ. അപ്പോൾ ഫസ്റ്റ് ഒരു കാറ്റി ദോശയോ എന്താവും എന്നുള്ളത് അറിയില്ല, ഓരോ ഷേപ്പ് ഉണ്ടാക്കി വരുന്നു. അപ്പോൾ ആ ഒരു പേര് വിളിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് അന്നമൂനുള്ള ദോശയാണ്. അന്നമൂന് കാറ്റി ദോശ, മോനാണെങ്കിൽ എലിഫൻ്റ് ദോശ. ഇതാണ് അവരുടെ രണ്ടാളുടെയും ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള ദോശ. പിന്നീട് എല്ലാവരും സാധാരണ അതിൽ നെയ്യാണ് ഒഴിക്കുക. അപ്പം ഇവിടെ ഞാൻ ഒഴിക്കാറുള്ളത് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ. എണ്ണയാണ് ഒഴിക്കാറുള്ളത്. കാര്യം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയിട്ടുള്ള ദോശയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കുമ്പോൾ അതെന്താണെന്ന് അറിയില്ല, നെയ്യിനേക്കാളും എണ്ണ ഒഴിക്കാറുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കിയപ്പോൾ കാറ്റിക്ക് കുറച്ചൊരു അംഗവൈകല്യം സംഭവിച്ച പോലെയായി, ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നു. എന്നാലും പിന്നെ അവർക്കുള്ളതാണല്ലോ, വലിയ ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ അന്നമൂനുള്ള കാറ്റി ദോശ റെഡിയായി. ഇനി ജോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള എലിഫൻ്റ് ദോശയാണ് നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആനപ്രേമി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആനപ്രേമി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴും മോന് എലിഫൻ്റ് ദോശയാണ് വേണ്ട. അപ്പോൾ എലിഫൻറ്റിൻ്റേതായ ഒരു കുഞ്ഞൊരു ഷേപ്പിലോ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയെടുക്കും. പിന്നെ സാധാരണ എലിഫൻറ്റിനുള്ള പോലെ 4 കാലൊന്നും ഉണ്ടാവില്ല, ഒരു 2 കാലുള്ള ഒരു എലിഫൻറ്റ്. അങ്ങനെ ചായ കുടിക്കലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊന്ന് ക്ലീൻ ആക്കി ഇടാന്നുള്ളതാണ്, അടിച്ചു മാറി വൃത്തിയാക്കുക. കാരണം രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ നല്ലപോലെ പണി ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ മാത്രം, താഴെയുള്ള ആൾ മാത്രമാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാക്കിയിട്ട് വീടിലില്ല. പക്ഷെ രണ്ടാളും കൂടിയിട്ടാകുമ്പോൾ കളിയും ബഹളമൊക്കെ കാരണം വീടിനെ എന്താ പറയുക, തല കീഴാക്കാന്ന് പറയുന്ന പോലെയാണ് വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ആദ്യം വീടൊന്ന് നമുക്ക് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാം. കണ്ടോ, ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ടോയ്സൊക്കെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിനേക്കാളും മുന്നേ എല്ലാം ഒതുക്കി പറക്കി വെക്കും. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഈ ഒതുക്കി എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ടോയ്സും എടുത്തിട്ട് തിരിച്ച് ഇങ്ങനെ എല്ലാം പുറത്തേക്ക് വലിച്ചിടണം. അതെടുത്ത് കളിക്കണമെന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ അത് ഒതുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അത്ര സുഖമില്ല. അതൊക്കെ കിടന്നിങ്ങനെ പുറത്തിങ്ങനെ വലിച്ചു വാരി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ രണ്ടാൾക്കും സന്തോഷമായി. അപ്പോൾ നമ്മൾ അടിച്ചു പോകാനേക്കാളും മുന്നേ ഈ ടോയ്സും എല്ലാ ഐറ്റംസും ഒക്കെ എടുത്ത് റെഡിയാക്കി ഒതുക്കി പറക്കലാണ് ഏറ്റവും പണി. വേണ്ട, ഓരോ ടോയ്സ് ഞാൻ എടുത്തു വയ്ക്കുമ്പോഴേക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനുള്ളിൽ നിന്ന് അപ്പോഴേക്കും എടുത്ത് പുറത്തേക്ക് എടുക്കും. ഇതൊക്കെയാണ് അവരുടെ പണികൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടേബിളൊന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാ ദിവസവും നമ്മളൊന്ന് ഈ ഇത് ക്ലോത്ത് ഉണ്ടെങ്കിലും പക്ഷെ അതിന് മേലെ പൊടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് അതൊന്ന് കുറച്ചൊന്ന് നനച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കും. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോർക്കിറച്ചി വെക്കണം, പിന്നെ കായും ഉപ്പേരും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വരുന്നതുകൊണ്ട് ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ കായുപ്പേരി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കായുപ്പേരിയും പോർക്കിറച്ചിയും ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ലഞ്ചിൻ്റെയും ഡിന്നറിനും ഒക്കെ ഉള്ള നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇനി അതുണ്ടാക്കാം. സൂപ്പറായിട്ട് ഡാൻസ് കളിക്കില്ലേ സൂപ്പർ അന്നമ്മു? നമ്മളെങ്ങോട്ടാ പോണേ? ഏട്ടൻ്റെ സ്കൂളിലേക്കാ സ്കൂളിൽ ആനുവൽ ഡേ. ശരി, അല്ല. അങ്ങനെ ഉച്ചയിൽ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ മോൻ്റെ ആനുവൽ ഡേക്ക് പോകാനായിട്ട് നമ്മൾ വേഗം തന്നെ റെഡി ആയിട്ട് ഇറങ്ങായിരുന്നു കേട്ടോ. എൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരത്തെ എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഇറങ്ങുമായിരുന്നു.
ഈവനിങ് ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ റോട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എത്താനായിട്ട് നമ്മൾ ലേറ്റായി. പിന്നെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. പിന്നെ എത്തിക്കഴിഞ്ഞിട്ട് പാർക്കിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു സമയമെടുത്തു. ഡാൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാമെന്നോ ഒന്നും മോന് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ചെറുതാണല്ലോ, അവന് അത്ര എന്താണ് പോണേ എവിടേക്കാണെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നമ്മൾ തുടങ്ങുന്നതിനേക്കാളും മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നമൂനാണെങ്കിൽ അവിടുത്തെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ട് അങ്ങ് ഭയങ്കര ക്ലാപ്പ് ചെയ്തിട്ട് നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓരോ ഡാൻസിൻ്റെ പാട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ ഓരോ പാട്ടുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ മോള്. ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടാണ് കൂടുതൽ അവരെ പറയേണ്ടത്. കാരണം ഇത്രയും ചെറിയ കുട്ടികളെ ഡാൻസ് എല്ലാവരും ഒരേപോലെ കളിക്കാനും സ്റ്റെപ്സൊക്കെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ടീച്ചേഴ്സാണ് ഇതിൽ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാത്തിരുന്ന മോൻ്റെ ഡാൻസിൻ്റെ ടൈമായി. വീട്ടിലാണെങ്കിൽ എല്ലാ സ്റ്റെപ്സും നമ്മൾ ആ പാട്ട് വെച്ച് കൊടുക്കുമ്പോൾ പറയണ പോലെ കളിക്കാറുണ്ട്. ഓരോ സ്റ്റെപ്സും മറക്കാതെ കാണിക്കുന്ന മോൻ മെയിൻ പരിപാടിയുടെ അന്ന് എത്തിയപ്പോൾ ആ ഒരു ബാക്കിൽ സ്ക്രീനിൽ ഓരോ ഡിസൈനിൽ പാട്ടിൻ്റെ മ്യൂസിക്കിനനുസരിച്ച് ഓരോ സ്ക്രീൻ മാറി വരുന്നത് നോക്കി നിന്നിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതായത് ഓഡിയൻസിന് മോൻ സത്യത്തിൽ ഫേസ് ചെയ്യാണ്ടായിരുന്നു ഫുള്ള് ഡാൻസ്. ചെറിയ കുട്ടികളാണല്ലോ, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ടീച്ചേഴ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും മെയിൻ സ്റ്റേജിലെത്തിയപ്പോൾ എല്ലാം മാറിപ്പോയിന്ന് മാത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മെക്ഡി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടേക്കാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കിഡ്സ് മീലാണ്. അപ്പോൾ അതിലെ ഐറ്റംസ് ആണെങ്കിൽ അവരെല്ലാം കഴിക്കുകയും ചെയ്തോളും. എന്നാലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിക്കയറ്റി വായിൽ വെച്ച് കൊടുത്താൽ പിന്നെ എന്തെങ്കിലും കഴിക്കുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ചോറുണ്ണണമെന്നൊക്കെ പറയുമ്പോൾ ചോറുണ്ണണേക്കാളും എളുപ്പമാണല്ലോ അല്ലെങ്കിൽ ഇഷ്ടമാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് പിന്നെ ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പിന്നീട് അവർ വേഗം കഴിക്കും. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. മോൻ്റെ ആനുവൽ ഡേ ആണ് ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.